ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അഭിരാമിയാണെങ്കിൽ ഇന്ന് ഷോപ്പിംഗ് മാളിൽ പോകുന്ന സമയത്താണെങ്കിൽ അഭിരാമിയുടെ ഒരു ഫ്രണ്ടിനെ കാണുന്നുണ്ട്. ആ ഫ്രണ്ടാണെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റാണ്. ഫ്രണ്ട് പറയുന്നുണ്ട് അവരുടെ പുതിയ പേഷ്യൻ്റ് ആണെങ്കിൽ ഓജോ ബോർഡ് വെച്ച് ആത്മാക്കളുമായി സംസാരിക്കലാണ് ആ പയ്യൻ്റെ ഹോബി. അതുകൊണ്ട് അയാൾക്കൊരു കൗൺസിലിംഗ് കൊടുക്കാനാണ് പോകുന്നത്, തിരക്കിലാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് അഭിരാമിയുടെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. അഭിരാമി തിരിച്ച് വീട്ടിലെത്തുന്ന സമയത്താണെങ്കിൽ വർഷയും വിവേകും കൂടി അവിടെ തർക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വർഷയ്ക്കാണെങ്കിൽ ഇപ്പോഴും ശ്രീനാഥിനെ ഓർത്തുകൊണ്ടിരിക്കുകയാണെന്ന് വിവേക് പറയുന്ന സമയത്ത് വർഷ പറയുന്നുണ്ട് അതിന് ശ്രീനാഥ് മരിച്ചെന്ന് പറയാൻ ശ്രീനാഥിൻ്റെ ബോഡിയൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ശ്രീനാഥ് മരിച്ചെന്ന് ഞാൻ അങ്ങ് തറപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ 6 മാസം വീണ്ടും വിവാഹം നീട്ടിയത്. ശ്രീനാഥും കാണും ഇനി തിരികെ വരുന്നെങ്കിൽ ലോ എന്ന് വർഷ പറയുന്നത് അഭിരാമി കേൾക്കുന്നുണ്ട്. അഭിരാമിക്ക് അന്നേരം ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്. വർഷയ്ക്ക് ശ്രീനാഥ് മരിച്ചെന്ന് ഉറപ്പ് വന്നെങ്കിൽ മാത്രമേ വിവേകിനെ സ്നേഹിക്കുകയും എത്രയും പെട്ടെന്ന് വിവാഹം നടക്കുകയും ചെയ്യുമെന്ന്. അതിനായി വർഷയെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അഭിരാമി കുറേ കള്ളങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ ഓജോ ബോർഡ് വെച്ച് നോക്കി ശ്രീനാഥിൻ്റെ ആത്മാവിനെ വരുത്തിച്ചിട്ട് ശ്രീനാഥ് മരിച്ചു പോയെന്ന് വർഷയെ ബോധിപ്പിക്കുക. മാത്രമല്ല ആ സമയത്ത് വർഷ വിഷമിച്ച് പോവുകയും പിന്നെ വിവേകമായിട്ട് അങ്ങ് പൊരുത്തപ്പെട്ടു പോകുമെന്ന് അഭിരാമി ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ രാത്രിയിലാണെങ്കിൽ ഓജോ ബോർഡൊക്കെ വെച്ച് എല്ലാവരും ഇങ്ങനെ ആത്മാവിനെ വരുത്തുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ അഭിരാമിക്ക് ഉള്ളിലൊരു കുറ്റബോധം ഉണ്ടും താനും. ശ്രീനാഥ് ജീവനോടെ ഇരുന്നേം വെച്ച് അയാളെ മരിച്ചെന്ന് ചുമ്മാ കള്ളം ഉണ്ടാക്കുവാണല്ലോ. ശ്രീനാഥ് അന്നേരം സ്വപ്നത്തിൽ വന്ന് പറയുന്നത് പോലെ പറയുകയും ചെയ്യുന്നുണ്ട്. ജീവിച്ചിരിക്കുന്ന എന്നെ ഇനിയും കൊല്ലുവാണെങ്കിൽ അഭിരാമി വക്കീലെ തന്നെ ഞാൻ ശരിയാക്കുമെന്ന് പറയുന്നതായിട്ട് ചിന്തിക്കുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ ആത്മാവ് വരുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ പോന്ന അക്ഷരങ്ങളൊന്നും അഭിരാമി ശ്രദ്ധിക്കുന്നതേ ഇല്ല. അങ്ങനെ അവസാനം എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് അവർ കാഞ്ചന എന്ന് വായിക്കുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ റൂമിലാണെങ്കിൽ ബാത്റൂമിൽ താനെ പൈപ്പൊക്കെ അങ്ങ് ഓണാവുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു ഹൊറർ ത്രില്ലർ മാതിരി ഒരു സസ്പെൻസൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ശിവനന്ദയാണെങ്കിൽ പോയി ബാത്റൂമിൽ നോക്കുമ്പം താനെ പൈപ്പ് ഓണായതൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ അതിലെ പേര് കാഞ്ചന എന്ന് കാണുമ്പോൾ എല്ലാവരും ഒന്ന് ഷോക്കാവുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഷോക്ക് അഭിരാമിക്ക് തന്നെയാണ്. പിറ്റേന്ന് അഭിരാമിയാണെങ്കിൽ കാഞ്ചനയുടെ വേഷം കെട്ടി വരുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ഇനി അഭിരാമിയുടെ ദേഹത്ത് ആത്മാവ് കൂടിയോ ഇല്ലയോ എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം. അപ്പം വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ.